2024 കേരള പഞ്ചായത്ത് രാജ് ബില്ലും കേരള മുനിസിപ്പാലിറ്റി ബില്ലും നിയമസഭ പാസാക്കി. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയും മുനിസിപ്പാലിറ്റി ആക്ടിലെയും 6ാം വകുപ്പിലെ 3ാം ഉപവകുപ്പിലാണ് ഭേദഗതി. പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതിയിലെ അംഗസംഖ്യ സംബന്ധിച്ച വ്യവസ്ഥകളിലാണ് മാറ്റമുണ്ടാവുക. കോവിഡ് കാരണം പിൻവലിച്ച 2020 ബില്ലാണ് ഇപ്പോൾ പാസാക്കിയതെന്നും പ്രതിപക്ഷത്തിന് വിഷയത്തിൽ ചർച്ചയ്ക്ക് താൽപര്യമുണ്ടായിരുന്നില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ജനസംഖ്യ ആനുപാതികമായി വാർഡുകളുടെ എണ്ണവും അതിർത്തിയും പുതുക്കി നിശ്ചയിക്കുന്നതാണ് നിയമസഭ പാസാക്കിയ കേരള പഞ്ചായത്ത് രാജ് ബില്ലും കേരള മുനിസിപ്പാലിറ്റി ബില്ലും. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവയിലെ 6ാം വകുപ്പിലെ 3ാം ഉപവകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 2020 നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസായ നിയമ ഭേദഗതിയാണ് ഇപ്പോൾ നിയമസഭ പാസാക്കിയത്. പ്രതിപക്ഷം നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് അക്കാര്യത്തിലെടുത്തത്. ഇത് നേരത്തെ ചർച്ച ചെയ്തതും അതിൽ ഒരു മാറ്റവും വരുത്താതെ വീണ്ടും അവതരിപ്പിക്കുന്ന സാങ്കേതികം മാത്രമാണ്. യഥാർത്ഥത്തിൽ 2020 പാസ്സാക്കിയത് പിൻവലിച്ചതുകൊണ്ട് ഇപ്പോൾ വീണ്ടും പാസ്സാക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലോ, ഉള്ളടക്കത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എങ്കിൽ പോലും പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിൽ, സന്നദ്ധമായിരുന്നെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നു. ഭേദഗതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും പരമാവധി 23 വാർഡുകൾ ഉണ്ടായിരിക്കും. വാർഡുകളുടെ എണ്ണം കുറഞ്ഞത് 14 കൂടിയത് 24 ജില്ലാ പഞ്ചായത്തുകളിൽ പരമാവധി 32 വാർഡുകൾ ഉണ്ടാകും. കുറഞ്ഞ വാർഡുകളുടെ എണ്ണം 17 കൂടിയ വാർഡുകളുടെ എണ്ണം 33 മുനിസിപ്പാലിറ്റികളിൽ കുറഞ്ഞ വാർഡുകളുടെ എണ്ണം 26 കൂടിയ വാർഡുകളുടെ എണ്ണം 53 ഇവിടെ പരമാവധി വാർഡുകളുടെ എണ്ണം 52 കോർപ്പറേഷനുകളിൽ പരമാവധി 100 വാർഡുകൾ ഉണ്ടാകും. ഇതിൽ കുറഞ്ഞ വാർഡുകളുടെ എണ്ണം 56 കൂടിയ വാർഡുകളുടെ എണ്ണം 101 കൈരളി ന്യൂസ്, തിരുവനന്തപുരം.